ഐശ്വര്യ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാരടക്കം പലതരത്തിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റും LLB സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തുന്ന കേരള ലോ അക്കാഡമി, ലക്ഷ്മി നായർ ഇപ്പോൾ അത് നിലവിൽ ലക്ഷ്മി നായരുടെ കീഴിലാണ്. പക്ഷേ അതിൻ്റെ ഹിസ്റ്റോറി നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 1968 അദ്ദേഹത്തിൻ്റെ ലക്ഷ്മി നായരുടെ അച്ഛനായ നാരായണൻ നായർക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ട് പിന്നെ കുറച്ച് ഭൂമി കൊടുക്കുന്നു. തുടക്കത്തിൽ അത് 4 ഏക്കറായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അത് 11.12 ഏക്കറോളം, ഏകദേശം 12ഓളം ഏക്കറോളം കിട്ടും സാധനം വരുന്നു. അപ്പം അന്ന് അതിന് കൊടുത്ത കരാറ് പ്രകാരം അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അതൊന്നും വഴി ചെലിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്ക് ബാങ്ക് അടക്കമുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളിലോട്ട് ആ സാധനം കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഉണ്ട്. ശരിക്കും ലക്ഷ്മി നായർ എന്ന് പറയുന്ന പേര് നമ്മൾ കൂടുതലും കുക്കിംഗ് വ്ളോഗുകളിലൊക്കെയാണ് പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പത്തിൽ ലക്ഷ്മി നായർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കുക്കിംഗ് വ്ളോഗുകൾ ചെയ്യുന്ന ആദ്യകാല കുക്കിംഗ്. ഇപ്പോൾ ഒരുപാട് കുക്കിംഗ് ഇത് ചെയ്യുന്ന ആനീസ് കിച്ചണും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു കാലത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ലക്ഷ്മി നായരാണ്. ആ സമയത്ത് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു ഇതുപോലെ ഒരു നിയമാധ്യാപികയാണ് അല്ലെങ്കിൽ നിയമസ്ഥാപനം നടത്തുന്ന ആളാണെന്നൊന്നും. അതിനുശേഷം പിന്നീട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനസ്സിലാകുന്നു പല ഇടതിൻ്റെയും വലതിൻ്റെയും പല ഉന്നത നേതാക്കന്മാർക്കും LLB എടുത്തിട്ടുള്ളത് ലക്ഷ്മി നായരുടെ ലോ അക്കാദമിയിലാണ് എന്നുള്ള ഒരു ട്രോള് പോലെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്താണ് അവിടെ LLB എടുത്താലുള്ള കുഴപ്പം എന്ന് പണ്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലാകുന്നത് നമ്മുടെ റഹീമിന്റെ ഒക്കെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. റഹീം അടക്കമുള്ള ഒരുപാട് പേര് LLB എടുത്തിട്ടുള്ള അതുപോലെ അത്തരത്തിൽ LLB കൊടുത്തിട്ടുള്ള ഒരു ആ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പഠന സമ്പ്രദായമായിരുന്നു അവിടെ. അതായത് 75% മാർക്ക് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ LLB ബിരുദധാരിക്ക് എക്സാം എഴുതാം. LLB പഠിക്കുന്ന ഒരാൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പല നേതാക്കന്മാരും, അതായത് നമുക്ക് മെയിൻ സ്ട്രീമിൽ എടുത്ത് നോക്കി അറിയാം, അവരെല്ലാവരും കംപ്ലീറ്റ് ടൈമിലും രാഷ്ട്രീയത്തിലുണ്ട്. അതായത് ആ ജില്ലയിൽ പോലും ഇല്ലാണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോലും ഇല്ലാണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് 75% അറ്റൻഡൻസ് അവിടെ കരസ്ഥമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പൊളിയും പല കാര്യങ്ങളും. അപ്പൊ അത്തരത്തിൽ LLB കൊടുത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന നിയമബിരുദത്തിന്റെ ഒരു വാല്യൂ നമുക്ക് ഊഹിക്കാം. റഹീമിന്റെ ഒക്കെ ഒരു ഭാഷാ പരിജ്ഞാനം കുറഞ്ഞു പോയതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. LLB ഒക്കെ ഇത്തരത്തിൽ കരസ്ഥമാക്കുന്ന ആൾക്കാരാവുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ലക്ഷ്മി നായരെ പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സീസ് അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ KM ഷാജഹാൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനും അല്ലെങ്കിൽ VS അച്യുതാനന്ദന്റെ ഒരുപാട് നാളത്തെ സന്തത സഹചാരി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വിങ്ങിലുണ്ടായിരുന്ന അദ്ദേഹം KM ഷാജഹാൻ ഒരുപാട് അനീതികൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഒരുപാട് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരുപാട് വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെട്ട ആൾ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലക്ഷ്മി നായരുടെ അധീനതയിലിരിക്കുന്ന, അതായത് ലക്ഷ്മി നായർ ഇപ്പോൾ ഈ ലോ അക്കാദമി പ്രവർത്തിക്കുന്ന ഏകദേശം 11.5 ഏക്കറോളം സ്ഥലം, അതായത് 11.5 ഏക്കർ എന്ന് പറയുമ്പോൾ 1100 സെന്റ്, അതിനടുത്ത് 1500 സെന്റോളം വരും. അപ്പോൾ അത് പേരൂർക്കട എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ കണ്ണായ ഒരു ഭാഗത്ത് അവിടെ ഇത്രയും ഏക്കർ സ്ഥലം ലക്ഷ്മി നായരുടെ ഉടമസ്ഥതയിലുണ്ട്. പക്ഷെ ലക്ഷ്മി നായരുടെ ഉടമസ്ഥതയിലല്ല അത്. സത്യത്തിൽ ഇത് സർക്കാർ ഭൂമിയാണെന്നാണ് KM ഷാജഹാൻ പറഞ്ഞു വെക്കുന്നത്. അതായത് 1968 ഇത് ഫവാസ് പറഞ്ഞ പോലെ ആ സമയത്ത് ലക്ഷ്മി നായരുടെ അച്ഛനായിട്ടുള്ള നാരായണൻ നായർ, സമാധാനം നാരായണൻ നായർ എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നു. അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഭൂമി വേണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സർക്കാർ അനുവദിച്ച് നൽകുന്നത് പാട്ടത്തിന് അനുവദിച്ച് നൽകുന്ന ഭൂമിയായിരുന്നു അത്. ആ സമയത്ത് 11.5 ഏക്കർ സ്ഥലം കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അന്ന് ആ കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ നിയമ വിദ്യാലയമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കല്ലാണ്ട് മറ്റൊന്നിനും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിയും തോറും ഈ തലമുറ മാറും തോറും അതിന്റെ മെയിൻ ആയിട്ട് ഇരുന്ന ആൾക്കാരൊക്കെ ഈ നാരായണൻ നായർ എന്ന് പറയുന്ന ഇദ്ദേഹമാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ അനുജൻ എന്ന് പറയുന്ന മനുഷ്യനെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഇതിൽ എടുത്തു പറയുന്നത് പിണറായി വിജയന്റെ മകളുടെ 2ാം വിവാഹത്തിന് കാരണവ സ്ഥാനത്ത് നിന്ന് നടത്തിയ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ അത്രയും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഇവർ തമ്മിലുണ്ട്. പിണറായി വിജയനുമായിട്ട് ലക്ഷ്മി നായരുടെ കുടുംബത്തിനുണ്ടെന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് KM ഷാജഹാൻ. അപ്പോൾ അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണങ്ങളും ഇതുവരെയൊക്കെ നടന്നിട്ടില്ല. ഇതിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമേ നടത്താവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഭൂമിയാണ്. പക്ഷെ അതിനുശേഷം നാരായണൻ നായർക്ക് ശേഷം അനുജൻ അല്ലെങ്കിൽ നാരായണൻ നായരിൽ നിന്ന് ലക്ഷ്മി നായർക്ക് ഇതിന്റെ ഏറ്റവും ഹൈറ്റ് പോസ്റ്റിലേക്ക് അവർ വരുന്നു. ലക്ഷ്മി നായർ ഭരിക്കുന്നു. ലക്ഷ്മി നായരുടെ ബ്രദർ നാഗരാജ നാരായണൻ അവർ വരുന്നു. ലക്ഷ്മി നായരുടെ ഹസ്ബൻഡ്, അങ്ങനെ ഒരു കുടുംബ സ്വത്തായിട്ട് ഈ സർക്കാർ ഭൂമി മാറി.
കാലപ്പഴക്കം ചെല്ലുന്തോറും ഇങ്ങനെ കാലങ്ങൾ പോണതിനനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങളും മറ്റു പല മനുഷ്യരും അങ്ങ് മറന്നുപോയി. അതായത് ഇപ്പൊ ഞാൻ തന്ന സാധനം ഫവാസിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഫവാസ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പതിയെ വർഷങ്ങൾ പതിയെ കഴിഞ്ഞു, അത് ഇപ്പൊ എന്നെ ഞാനത് സ്വന്തമാക്കും. ഫവാസിന്റെ തന്നു എന്നറിയാത്ത നമ്മൾക്ക് ചുറ്റുമുള്ള പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിന്നീട് ഇത് ഫവാസിൻ്റെതാകുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ അത് ചെറിയൊരു വസ്തു ഞാൻ ഫവാസിന് തന്നതുപോലെയല്ല ഇത്. ഇപ്പൊ 11.5 ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു സെന്റിന് ഒരു 10-60 ലക്ഷം രൂപയെങ്കിലും, ഒരു 10-40 ലക്ഷം രൂപയെങ്കിലും കിട്ടുമെന്ന് ആലോചിച്ച് നോക്കും പേരുക്കട പോലൊരു സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും 1000 പരം ഉള്ള ഈ സെന്റ് ഭൂമിക്ക് 500 കോടിയിൽ പരം ആസ്തി ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റും. അപ്പൊ 500 കോടിയിൽ പരം ആസ്തിയുള്ള ആ സ്വത്ത് ലക്ഷ്മി നായരുടേതാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് അന്വേഷണം വരുന്നില്ല എന്നുള്ളതാണ് കെ എം ഷാജഹാൻ ഇവിടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ 500 കോടി അന്നത്തെ കാലത്ത് വാങ്ങിച്ച സാധനം 1968, ഇപ്പം 2026 എത്തുമ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിയുന്നു. അപ്പം എങ്ങനെയായാലും അതിൻ്റെ സ്വത്തിൻ്റെ ഇത് കൂടിയിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, കൊടുക്കാത്ത ഇപ്പോൾ പെർമിഷൻ കൊടുത്തിട്ടുള്ള, ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്തിപ്പിനും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം കൊടുത്തൊരു സാധനം വേറെ പല കാര്യങ്ങളിലോട്ട് മാറ്റി തിരുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പെടേണ്ടതാണ്. പക്ഷേ നാളെ ഇതുവരെ എന്തുകൊണ്ട് ഗവൺമെൻറ് ആ വിഷയം ശ്രദ്ധിച്ചില്ല എന്നുള്ള ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 10 വർഷം മാത്രം എടുത്താൽ പോലെ അതിന് മുമ്പിലോട്ടും പല ഗവൺമെൻറ്റുകൾ നടന്നുപോയി, കാലം ഒരുപാട് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിക്കുന്നു, ഇപ്പോൾ സതീശൻ്റെ ടേം എത്തുന്നു. അതും തിരുവനന്തപുരം പോലത്തെ തലസ്ഥാന നഗരിയിലാണ് ഈ സ്ഥലം ഉള്ളത് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അത്തരത്തിൽ സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാവേണ്ട ഒരു വിഷയം എന്തുകൊണ്ട് ഇതുവരെ നടന്നില്ല എന്നുള്ള ചോദ്യചിഹ്നം കിടക്കുന്നത്. ഫവാസ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഞാൻ ഈ 10 വർഷത്തിലേക്ക് കാര്യങ്ങൾ ഒതുക്കുന്നില്ല. പതിറ്റാണ്ടുകളായിട്ട് ഇവരുടെ ഇതിനെതിരെ ഒരു അന്വേഷണം വരുന്നില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആരും പറയുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ കാരണം തന്നെ ഇടതിന്റെയും വലതിന്റെയും അല്ലാണ്ട് എല്ലാവർക്കും വാരിക്കൊരു നിയമബിരുദങ്ങൾ കൊടുത്തിട്ടുള്ളൊരു സ്ഥാപനം തന്നെയാണിത്. അപ്പൊ പലർക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അത് മാത്രമല്ല, ദുരൂഹമായിട്ടാണ് ഈ നിയമ പഠനങ്ങൾ പലതും നടന്നിട്ടുള്ളത്. അതിപ്പോ ഇന്ന പാർട്ടി അല്ലെങ്കിൽ 10 വർഷക്കാലം മാത്രം എന്ന് ഒരിക്കലും പറയില്ല. 40 വർഷക്കാലത്തോളം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു ഈ നാരായണൻ നായർ. അതായത് നിയമത്തിന്റെ എല്ലാ മേൽ കൈകളും ഇവർ തന്നെ അടക്കി ഭരിച്ചിരുന്നു. പിന്നീട് ബന്ധുവായിട്ടുള്ള ഈ നാരായണൻ നായരുടെ ബന്ധുവായിട്ടുള്ള ഒരു ആളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നിന്നിരുന്നത്. പിന്നെ ലക്ഷ്മി നായർ ആണെങ്കിലും ഇതിന്റെ ഉന്നത പദവികൾ വഹിച്ചിരുന്നു. അപ്പൊ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു നിയമ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉന്നത ശ്രേണികളിലും അല്ലെങ്കിൽ ഉന്നത പദവികളിലും ഇരുന്നിരുന്നത് ഇവര് കുടുംബക്കാർ തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു ചോദ്യം ചെയ്യൽ എവിടെ നിന്നാണ് വരുന്നത്? ഇവർ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യലിനുള്ള കാരണം അവിടെ വരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഉള്ളൊരു കുടുംബ വാഴ്ച അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ ചോദ്യം ചെയ്യാനായിട്ട് മാറി മാറി ഭരിച്ച ഒരു സർക്കാരും ആർജവം കാട്ടിയിട്ടുമില്ല. അതിന്റെ റീസൺ ഈ പറഞ്ഞതുപോലെ ദുരൂഹമായ ഒരുപാട് നിയമബിരുദങ്ങൾ ഇവർ കൊടുത്തത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. ഇപ്പോ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ നമ്മുടെ ജയതിലക് എൻ്റെ 6ാം സെമസ്റ്ററിന്റെ ഒരു മാർക്ക് ഇന്റേണൽ അസസ്മെന്റിന് കിട്ടിയ ഒരു മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി പുറത്തു വന്നു എന്ന് പറഞ്ഞു. അതായത് ജയതിലക് ആരാന്ന് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. പിണറായി വിജയന്റെ ഫണ്ട് റൈസർ ആണെന്ന് വരെയുള്ള വാദങ്ങൾ ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന് LLB എടുത്തിരുന്നു എന്ന്. 6ാം സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നു എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത്. 6ാം സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റ് ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നു എന്നതിന്റെ അർത്ഥം അദ്ദേഹം ബാക്കി 5 സെമസ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഓരോ സെമസ്റ്ററിലും 75% അറ്റൻഡൻസ് വേണം. ഈ ജയതിലക് ഇത്രയും നാള് ഇതുപോലെ അവിടെ പോയിരുന്ന് പഠിച്ചതായിട്ട് ഫവാസിന് തോന്നുന്നുണ്ടോ? ഇദ്ദേഹത്തിന് 75% അറ്റൻഡൻസ് ബാക്കി 5 സെമസ്റ്ററിലും എങ്ങനെ കിട്ടി? ഈ 6ാം സെമസ്റ്ററിലെ ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്ക് ലിസ്റ്റ് പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെയും എക്സാം എഴുതണമെങ്കിൽ 75% അറ്റൻഡൻസ് വേണമല്ലോ. ഇപ്പൊ മാത്രമാണ് അദ്ദേഹം ഒരു വിരമിക്കൽ ഇതിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുന്നു തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ഉന്നത പദവിയിലേക്ക് തന്നെ തിരിച്ചു വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ കാര്യം തരാം. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയക്കാരനായ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ആണ്. അത് എല്ലാവരും എടുക്കുന്നൊരു സാധനമാണത്. അപ്പം ആർക്കെങ്കിലും പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുമെങ്കിൽ അവരാദ്യം പറയുന്ന കാര്യം ഒരു LLB എടുക്കണം, എന്നിട്ട് വേണം പൊളിറ്റിക്സിലോട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു LLB കൂടെ എടുക്കണം. അപ്പോൾ കാരണം ജനങ്ങളെ സംബന്ധിച്ചുള്ള LLB ഇപ്പോൾ ചാണ്ടി ഉമ്മനെ എടുത്ത് നോക്കിയിട്ട് കഴിഞ്ഞാൽ ആൾ LLB ആണ്. VD സതീശൻ LLB ആണ്. ഞാൻ പറയാം. അപ്പോൾ ബേസിക്കലി ഈ LLB എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ട ഒരു സാധനം എന്നുള്ള രീതിയിലുള്ള സാധനം മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കച്ചവടത്തിന് സ്കോപ്പുള്ള ഒരു സാധനം കൂടിയാണ് ഈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒന്നാമത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ പദവികൾ കൈകാര്യം ചെയ്ത പവർ കൈകാര്യം ചെയ്ത നേതാക്കന്മാരാണ്
ഈ രാഷ്ട്രീയക്കാർ. അപ്പോൾ അവർക്ക് വേണ്ട സാധനം ഈ പറഞ്ഞ പോലെ LLB ആണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്കോപ്പുള്ള സാധനമാണ്. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അന്ന് വർഷങ്ങൾക്ക് മുന്നേ ദീർഘവീക്ഷണത്തിൽ ദീർഘവീക്ഷണമുണ്ട് അദ്ദേഹം എന്നുള്ള സാധനം. കണ്ടുപിടിച്ചിട്ടുണ്ടാവാം ചിലപ്പോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ റഹീമിനെ പോലത്തെ പല നേതാക്കന്മാർക്കും പിന്നെ സർട്ടിഫിക്കറ്റ്, ഞാനതിന് കുറ്റം പറയല്ല, ഈ പറഞ്ഞ പോലെ കിട്ടി എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അവരുടെ ബേസിക്കലി അവർക്ക് നല്ല അറിയാം എങ്ങനെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം, അതിനോട് ബിസിനസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അതെ, ഇപ്പൊ ഫവാസ് ഉദാഹരണ സഹിതം ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ ചാണ്ടിയുമ്മനെ VD സതീശനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ LLB മാത്രമല്ല LLM ഒക്കെ ആയിട്ട് ചാണ്ടിയുമ്മന്റെ ഡിഗ്രി പറഞ്ഞാൽ നിൽക്കുന്നതല്ല, അത്രയും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. അങ്ങനെ ശിവൻകുട്ടിക്കും റഹീമിനും ഒക്കെ LLB കൊടുത്ത കോളേജുമായിട്ട് ഒരിക്കലും നമ്മൾ താരതമ്യത്തിന് പോലും ചാണ്ടിയുമ്മന്റെയോ ഇവരുടെ ഒന്നും പേര് പറയരുത്. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മന്റെ പേര് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനുള്ള ബിരുദാനന്തര ബിരുദവും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലും LLB എടുക്കാം, രാഷ്ട്രീയ കച്ചവടത്തിന് വേണ്ടിയിട്ടും LLB എടുക്കാം, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത്, പേരൂർക്കട പോലെ കണ്ണായ ഒരു സ്ഥലത്ത് ഇത്രയും കോടിയുടെ അഴിമതി, ഭൂമി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കേരളം കണ്ടിട്ടില്ലാത്തൊരു തട്ടിപ്പാണത്. പക്ഷേ യൂസഫ് അലി പോലും ഇത്രയും വലിയ തട്ടിപ്പിന്റെ ഒരു കഥ പുറത്തു വന്നിട്ടില്ല. യൂസഫ് അലിയുടെയും പല സെന്റുകൾ അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ യൂസഫ് അലിയുടെ പേരിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഏക്കർ കണക്കിന് 1000 സെന്റിലും കൂടുതലുള്ള ഒരു തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും. ഇപ്പൊ ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു പറയുന്നു. ഇപ്പോൾ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ബാങ്ക് ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഒരു പുതിയ കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ പോവാണ്. ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൺവെൻഷൻ സെന്റർ കച്ചവടമാണല്ലോ. എക്സാക്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ നാരായണൻ നായർ എന്ന് പറയുന്ന സമാധാനം നാരായണൻ നായർ, ലക്ഷ്മി നായരുടെ അച്ഛൻ, അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കോടികൾ മുടക്കി അദ്ദേഹത്തിന്റെ സ്മാരകം ഈ സർക്കാർ സ്ഥലത്ത് സ്ഥാപിക്കുകയാണ്. അതെങ്ങനെയാണ് വിദ്യാഭ്യാസകാരിയാവുന്നത്? അത് അദ്ദേഹത്തിന്റെ സ്ഥലമല്ലല്ലോ, സർക്കാരിന്റെ സ്ഥലമാണ്. അവിടെ സ്മാരകം സ്ഥാപിക്കുന്നു, ഒരുപാട് ബാങ്ക് തുടങ്ങുന്നു, കൺസ്ട്രക്ഷൻസ്, ഒരുപാട് അനധികൃത കൺസ്ട്രക്ഷൻസ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഒരാൾ പോലും ഒരു സൈഡിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് ഉപകാരസ്മരണ തന്നെയായിരിക്കണം. പക്ഷെ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെതിരെ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ടും കോടതി വാദം കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ തെളിവുകളുമായിട്ട് റവന്യൂ മന്ത്രി അനിൽകുമാർ AP അനിലിനെ നമ്മുടെ KM ഷാജഹാനും പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫർദർ മൂവ്മെന്റ് നടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരികയാണെങ്കിൽ, കൃത്യമായിട്ടും ഇതിൽ ഇടപെടൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിന് സർക്കാർ ഇതിലേക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. പക്ഷേ ഈ ലക്ഷ്മി നായരുടെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഡിഗ്രി ബിരുദം വാങ്ങി വെച്ചിരിക്കുന്ന ആരും ഇതിനെതിരെ മിണ്ടും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിൽ കൃത്യമായിട്ടും ഒരു അന്വേഷണം വരേണ്ടത് തന്നെയാണ്. ഗവൺമെന്റ് വിഷയത്തിൽ ഏതൊക്കെ തരത്തിൽ നടപടിയിലോട്ട് പോകും എന്നുള്ളതും അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഏതൊരു കരാർ കൊടുക്കുകയാണെങ്കിൽ പാട്ടത്തിന് എനിക്ക് തോന്നുന്നു ഒരു നിശ്ചിത കാലയളവിടെ വെക്കും. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ എത്ര വർഷത്തെ കാലയളവാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതും, അത് കഴിഞ്ഞോ എന്നുള്ള ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പ്രവർത്തിച്ചോ എന്നുള്ള സാധനം കിടക്കുന്നുണ്ട്. അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പേയ്മെന്റ് ഒരു എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ആ സാധനം കിടക്കുന്നുണ്ട്, ലീഗലി അല്ലാണ്ട് കിടക്കുന്ന സാധനം, കാരണം ഗവൺമെന്റിന്റെ ഭൂമിയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ മാറി VD സതീശൻ വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ മുമ്പ് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയും അതിന് മുമ്പൊക്കെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ പോയിട്ടുണ്ട്, CPM-ന്റെ വന്നിട്ടുണ്ട്. 10 വർഷം പിണറായി തന്നെ നേരിട്ട് ഭരിച്ചിട്ടുണ്ട്, അതിന് മുമ്പ് അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ VD സതീശന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഏതൊക്കെ തരത്തിലോട്ട് ഗവൺമെന്റ് ഇനി പിന്നെ ഈ വിഷയം മുമ്പോട്ട് പോകുന്നുള്ളതും, എത്ര തരത്തിൽ അന്വേഷിക്കുന്നുള്ളതും, അന്വേഷിച്ചാൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള നിലപാടിലോട്ട് പോകുന്നുള്ളതും വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.